ഇന്നൊരു രസമാണ് ഉണ്ടാക്കുന്നത്. സംഭവം ഇവിടെ നിന്നല്ല, അങ്ങ് ആന്ധ്രയിൽ നിന്നാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയും കുരുമുളകും നല്ല ജീരകവും വെളുത്തുള്ളിയും രണ്ട് വറ്റൽമുളക് ഇട്ടാൽ മതിയാകും. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതൊന്ന് ചാച്ചു മാറ്റി വെച്ചേക്കണം. എന്നിട്ട് അതേ പാത്രത്തിന് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ചാച്ചു മാറ്റി വെച്ചിരിക്കുന്നതും കൂടെ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് പരിപ്പ് വേവിച്ചത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 2 തക്കാളി ജ്യൂസ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ലൂസ് ആക്കി എടുക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ രസ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് എരിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കരയും കൂടെ ഞാൻ ചേർക്കാറുണ്ട്. ഞാൻ എപ്പോൾ രസം ഉണ്ടാക്കിയാലും അതിൽ കുറച്ച് ശർക്കര ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അവസാനമായി കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. കടുക് താളിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ രസത്തിന് നല്ല ടേസ്റ്റും മണമൊക്കെ കിട്ടും. അപ്പോൾ ദേ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാമേ.